റീസെൻ്റ് ആയിട്ട് ഇൻസ്റ്റ എപ്പോൾ തുറന്നാലും കാണുന്ന ഒരു ഐറ്റം കൊതിമൂത്ത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ കല്യാണ വീട്ടിലും അതേമാതിരി സൽക്കാരങ്ങളിലൊക്കെ ട്രെൻഡായിട്ടുള്ള ഇളനീർ പായസം ഉണ്ടല്ലോ, അതാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ഇളനീറിൻ്റെ ഫ്ലഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്ന് ഇതുപോലെ ഒന്ന് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് അതിൻ്റെ തന്നെ തേങ്ങ വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കുക. ഇനി ഒരു 1/2 ലിറ്റർ പാലൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. പാൽ നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരണം കേട്ടോ. ഒരുപാട് പകുതിയൊന്നും കുറുകണ്ട, എന്നാലും ജസ്റ്റ് കുറച്ചൊന്ന് കുറുകി വരണം. ഇത് ഒരുപാട് തിക്കായിട്ടുള്ള പായസമല്ല കേട്ടോ. പിന്നെ ചിലരൊക്കെ തിക്കാവാൻ വേണ്ടിയിട്ട് ചൊവ്വരി അതേപോലെ അരിപ്പൊടി കലക്കിയിട്ടൊക്കെ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് കഴിക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടെ ഒഴിച്ച് കൊടുക്കാം. അത് ഉണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു പായസത്തിന്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ചേർത്തത് ഓപ്ഷണലാണ്. കുറച്ച് നട്ട്സ് അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറുകണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ ചെറിയ തീയിലിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കാനാകുന്ന ഒരു ടൈമിൽ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഒരു ഇളനീർ ഫ്ലഷൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചൂടോടെ കഴിക്കുക, ചൂടോടെ വേണമെങ്കിൽ കഴിക്കാം. ചൂടോടെ കഴിക്കുന്നതിലേറെ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാട്ടോ ഈ ഒരു പായസം. അപ്പോൾ അതിലേക്ക് ആരോ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീറിൻ്റെ ഫ്ലഷും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, നിർബന്ധമൊന്നുമില്ല, കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാ ഈ ഒരു തണുപ്പിച്ചിട്ട് ഈ ഒരു പായസം നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇളനീർ വെച്ചിട്ട് എന്ത് റെഡിയാക്കിയെടുത്തും അടിപൊളിയായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു പായസം. പിന്നെ കല്യാണ വീട്ടിലൊക്കെ ഇപ്പോൾ ട്രെൻഡായിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കണേ. ഫോളോ ചെയ്യാൻ മറക്കരുതേ.